ആൻഡ് മാനേജ്മെന്റിൽ ഗ്രാജുവേറ്റ് ആണ് ഫ്രം മണിപ്പാൽ യൂണിവേഴ്സിറ്റി. അക്കദമീഷ്യൻ എന്ന നിലയിൽ അദ്ദേഹം ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെംസ് ആൻഡ് ജ്വല്ലറി ഇതില് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനു പുറമെ ജെം ആൻഡ് ജ്വല്ലറി സ്കിൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെയും അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാമിന്റെയും മാസ്റ്റർ ട്രെയിനറാണ്. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന ഒരു സ്കിൽ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ. അതിന്റെ ട്രെയിനറാണ്, അതിന്റെ കണ്ടന്റ് ഡെവലപ്പറാണ്. അദ്ദേഹം ജെമ്മോളജിയിൽ സ്പെഷ്യൽ ട്രെയിനിങ് ജെമ്മോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മെർക്കൻഡൈസർ ജോബ് റോളിലും സർട്ടിഫൈഡ് ട്രെയിനറായിട്ടും ജെം ആൻഡ് ജ്വല്ലറി സ്കിൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സെയിൽസ് റീറ്റെയിൽ സെയിൽസ് അസോസിയേറ്റ് ആയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനു പുറമെ തനിഷ്ക് നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വൺ ഓഫ് ദ മോസ്റ്റ് റെപ്യൂട്ടഡ് ജ്വല്ലറി ബ്രാൻഡാണ് തനിഷ്ക് എന്ന് പറയുന്നത്. അവിടുത്തെ മെർക്കൻഡൈസർ ഓൺ പാൻ ഇന്ത്യ ലെവൽ ആയിരുന്നു അറ്റ് ബാംഗ്ലൂർ, കോർപ്പറേറ്റ് ഓഫീസ് അറ്റ് ബാംഗ്ലൂർ. ഇതിന് പുറമെ ഇന്ത്യയിലെ ഫസ്റ്റ് ഓർഗനൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ് റീറ്റെയിൽ ചെയിൻ ഷോപ്പേഴ്സ് സ്റ്റോപ്പില് മാനേജ്മെന്റ് ട്രെയിനി ആയിട്ടും അതുപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീമിനെ ഹെഡ് ചെയ്യുന്നുണ്ട് സഫ ഗ്രൂപ്പില്. ഇപ്പോ സ്പെക്ടർ എന്നുള്ള ബിസിനസ് കൺസൾട്ടന്റ് ആണ്, അവരുടെ ബിസിനസ് കൺസൾട്ടന്റ് ആണ്. ഇത്രയുമൊക്കെ വിശദമായിട്ട് അദ്ദേഹത്തിന്റെ പ്രൊഫൈല് ഞാൻ പറഞ്ഞത് മറ്റൊന്നിനുമല്ല, ഒരു റീറ്റെയിൽ ജോബ് വളരെയധികം BBA സ്റ്റുഡൻസിന് ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്. എന്നാൽ പരിമിതമായ അറിവുകൾ മാത്രമേ നമുക്ക് എല്ലാവർക്കും ഇതിലുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സെക്ടറിൽ വിവിധ തലങ്ങളിൽ വർക്ക് ചെയ്ത ഹൈലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരാളാണ് അനൂപ്. അപ്പൊ ഞാൻ ഏറ്റവും സ്നേഹത്തിന്റെ ഭാഷയില് അനൂപ് സാറിനെ വെൽക്കം ചെയ്യാണ്. സാറ് നമ്മുടെ സ്റ്റുഡൻസിന് ഈ ഒരു ടൈം മാക്സിമം യൂസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യാണ് സ്റ്റുഡൻസിനെ. Anup, please. Now you can start the session. Thank you. So I'm just going to share the screen. So is it visible? Yeah, it's visible. Okay, am I audible? It's clear, right? Both are okay. Your audio, okay. Video, both are okay. Fine. Thank you, ma'am. Thank you for giving a brief introduction about me. Thank you for MD College Chairman, Professor Dr. Thomas Matthew, conveners, coordinators, organizing committee, all the teaching and non-teaching staff of MD College and students. Thank you. Thanks, Satan, for giving me opportunity for the student induction program. Okay. So we'll start the section without any lag. So first of all, today is a National Education Day, so I wish you the same. And the introduction, anyway, you guys, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ കിട്ടി. ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. So first of all, I want to ask you a question. Why BBA? എന്തിനാണ് നിങ്ങൾ BBA കോഴ്സ് പഠിക്കുന്നത്? ഞാനിത് തുടക്കത്തിൽ തന്നെ ഈ ചോദ്യം ഇടാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇതറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ 3 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യം ഇതാണ്: എന്തിനാണ് ഞാൻ BBA പഠിച്ചത്? ഇപ്പോൾ പലപ്പോഴെങ്കിലും നിങ്ങൾ ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും, ഞാൻ എന്തിനാ 10th ഈ സബ്ജക്റ്റ് ഒക്കെ പഠിച്ചത്, അല്ലെങ്കിൽ +2 കഴിഞ്ഞപ്പോൾ ഞാൻ എന്തിനാ ഈ +2 ഈ സബ്ജക്റ്റ് ഒക്കെ പഠിച്ചത്? അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നത്? അതിന്റെ റീസൺ എന്ന് വെച്ചാൽ, ഞാൻ ചെയ്യുമ്പോൾ ആ കോഴ്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ എനിക്ക് അറിയില്ല ഞാൻ എന്തിനാ പഠിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ ഈ ചോദ്യം ഇടുന്നത്: വൈ BBA, വൈ ബാച്ചുലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ? ഇതിന്റെ ആൻസർ, ഒത്തിരി ആൻസേഴ്സ് ഉണ്ടെങ്കിലും അതിനെ ചുരുക്കി 5 സെന്റൻസ് ആക്കി ഇതിൽ ഇട്ടിട്ടുണ്ട്. ഒന്ന്, ഇഫ് യു വാണ്ട് ടു നോ മോർ അബൌട്ട് ഹൗ ദ ബിസിനസ് റൺസ്, എങ്ങനെയാണ് ഒരു ബിസിനസ് നടന്നു പോകുന്നത്, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നതിന്റെ ഒരു ഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ് കിട്ടുവാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ കോഴ്സ് വളരെയധികം ഉപകരിക്കും. 2, MBA പോലെയുള്ള ഉപരിപഠനങ്ങൾ, പോസ്റ്റ് ഗ്രാജുവേഷൻ സ്റ്റഡിയുടെ ഒരു ബേസിക് ഫൗണ്ടേഷൻ ആണ് BBA പ്രോഗ്രാം.
നിങ്ങൾ BBA വൃത്തിയായി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിമനോഹരമായിട്ട് MBA നിങ്ങൾക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാല് ഞാൻ HOD ആയിരുന്ന സമയത്ത് പല കുട്ടികൾക്കും പോസ്റ്റ് ഗ്രാജുവേഷൻ അതിലേക്ക് കടന്നു വരുമ്പോൾ വളരെ പേടിയത് എനിക്ക് പഠിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ അതിനോടൊക്കെ ഒരു മടി കാണുന്നത് നമുക്ക് സാധാരണയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ അവരുടെ BBA അവർ പഠിച്ചപ്പോൾ അത് വ്യക്തതയോടുകൂടി പഠിക്കാത്തതാണ് അതിന്റെ ഒരു റീസൺ. BBA ക്ലിയർ ആയിട്ട് പഠിച്ചാൽ ഒരുപാട് ഉപരി പഠന സാധ്യതകളുണ്ട്. MBA മാത്രമല്ല, ഒരുപാട് കോഴ്സുകളുണ്ട്. തീർച്ചയായിട്ടും വരുന്ന സെക്ഷനുകളിലൊക്കെ അതിനെക്കുറിച്ച് കൂടുതൽ സെഷൻസ് ഉണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഒരു കോർപ്പറേറ്റ് ബിസിനസ് എങ്ങനെയാണ് നടക്കുന്നതിന്റെ ഒരു പ്രാക്ടിക്കൽ നോളേജ് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ BBA പ്രോഗ്രാമിലൂടെയാണ്. അതുപോലെ തന്നെ ഡെസിഷൻ മേക്കിംഗ് ഇന്ന് ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ബിസിനസ് റിലേറ്റഡ് ഡെസിഷൻ മേക്കിങ്ങിനെ ഒരുപാട് ഈ കോഴ്സിലെ പല കണ്ടന്റ്സും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. Last but not the least, it improves the business skills. If you want to run the business, definitely you need to build up certain skills. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം സ്കില്ലുകൾ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ കോഴ്സ് 3 years of time തീർച്ചയായിട്ടും it will help you a lot to improve your business skills. So when I talk about business, BBA എന്ന് പറയുമ്പോൾ തന്നെ it's all about business, right? അല്ലെ, ബിസിനസ് ആണ്. ബിസിനസ് എന്ന് പറയുമ്പോൾ ആദ്യമേ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമാണ് റീറ്റെയിൽ എന്ന് പറയുന്നത്. റീറ്റെയിൽ ബിസിനസ് ഇസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് റീറ്റെയിൽ. അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക് എടുത്തത്. മൈ സ്ട്രെങ്ത് ഈസ് ഇൻ ദ റീറ്റെയിൽ സെക്ടേഴ്സ്. സോ ഹിയർ ടുഡേ നമ്മൾ ഇപ്പൊ ഈ ഓൾമോസ്റ്റ് 45 മിനിറ്റ്സിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ റീറ്റെയിലിനെ കുറിച്ച് പഠിക്കാൻ പോവാണ്. ഇപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ സെഷൻ കഴിയുന്നതോട് കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാവിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ പ്രസന്റേഷൻ, ഈ സ്ലൈഡ് അല്ലെങ്കിൽ ഈ സെഷൻ ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് കേൾക്കാം. ഒന്ന്, എന്താണ് റീറ്റെയിൽ? റീറ്റെയിൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് സെല്ലിംഗ് കൺസ്യൂമർ ഗുഡ്സ് ഓർ സർവീസ് ടു ദ കസ്റ്റമർ. ഒരു ഉൽപ്പന്നം അതിന്റെ കസ്റ്റമർക്ക് വിൽക്കുന്നതിനെ, അതിന്റെ ആ സാഹചര്യത്തിനെയാണ് റീറ്റെയിൽ എന്ന് പറയുന്നത്. ഇന്ത്യൻ റീറ്റെയിലിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് $600 billion എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ വെരി ബിഗ് മാർക്കറ്റ്. റീറ്റെയിൽ മാർക്കറ്റ് ഇസ് വെരി ബിഗ് and it is one of the top 5 retail markets in the world by economic value, and it is one of the fastest growing retail market in the world. ലോകത്തിലെ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെക്ടറാണ് റീറ്റെയിൽ സെക്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോകത്തിലുള്ള പല കമ്പനികളും ഇന്ത്യയിലേക്ക് വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ള മറ്റൊരു റിയാലിറ്റിയാണ്. സോ ഇറ്റ്സ് വേൾഡ്സ് 5th largest global destination in the retail space. So what I want to tell you is that retail എന്ന് പറയുന്നത് it has a huge scope. പ്രത്യേകിച്ച് നിങ്ങൾക്ക് പഠിച്ചു കഴിയുമ്പോൾ ഇതിലേക്ക് ഒരുപാട് സ്കോപ്പ്, അതായത് ഇതിന്റെ തൊഴിൽ മേഖല എന്ന് പറയുന്നത് വളരെ വലുതാണ്, വളരെ സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ you will get different varieties of options, right? So second thing, you need to know what are the types of retail outlets. റീറ്റെയിൽ എന്ന് പറയുമ്പോൾ ഒരു ഷോപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പലതരം ഷോപ്പുകളുണ്ട്. ഒന്ന് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ. ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ബേസിക്കലി ഇറ്റ് വിൽ ബി മോർ ദാൻ 50 to 80,000 square feet. അതിനകത്ത് ഇറ്റ് ഈസ് എ സെറ്റപ്പ് വിച്ച് ഓഫേഴ്സ് വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ടു ദ എൻഡ് യൂസേഴ്സ് അണ്ടർ വൺ റൂഫ്. ബൈ ഡെഫിനേഷൻ ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. അതായത് അതിനകത്ത് ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ടായിരിക്കും, ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടായിരിക്കും. ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ എന്ന് പറയുമ്പോൾ വളരെ വലിയ, അതിന്റെ ലേഔട്ട് തന്നെ വളരെ വലുതാണ്. 50,000 മുകളിലാണ് അതിന്റെ വരുന്നത്. അതിനകത്ത് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബ്രാൻഡ്സ് ഉണ്ടായിരിക്കും. അതൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടും വെച്ചിട്ടുണ്ടാവാം. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾക്ക് പലരും ഇതിൽ മോസ്റ്റ് ഓഫ് യു ആർ ഫ്രം ഐ തിങ്ക് തൃശ്ശൂർ ഡിസ്ട്രിക്ട്. ഇഫ് യു മൈറ്റ് ഹാവ് വിസിറ്റഡ് ദ ശോഭ സിറ്റി, അല്ലെങ്കിൽ അവിടെ അതിനകത്തൊക്കെ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകൾ കാണാം. ഒന്ന് വിൽസ് ലൈഫ് സ്റ്റൈൽ ഈസ് എ ഗുഡ് എക്സാമ്പിൾ ഫോർ എ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ. അതുപോലെ തന്നെ മറ്റൊരു ഇതാണ് ഡിസ്കൗണ്ട് സ്റ്റോർ എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത ഇറ്റ് ഓഫേഴ്സ് എ ഹ്യൂജ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ടു ദ എൻഡ് യൂസേഴ്സ് ബട്ട് എ ഡിസ്കൗണ്ടഡ് റേറ്റ്. എപ്പോ നോക്കിയാലും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. ബ്രാൻഡ് ഫാക്ടറി എന്ന് പറയുന്നത് നല്ലൊരു ഡിസ്കൗണ്ടഡ് സ്റ്റോറിന് എക്സാമ്പിൾ ആണ്. MG റോഡിൽ, തൃശ്ശൂർ MG റോഡിലുള്ള ബ്രാൻഡ് ഫാക്ടറി.
സൂപ്പർ മാർക്കറ്റ് അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല. ഇറ്റ്സ് എ റീറ്റെയിൽ സ്റ്റോർ വിച്ച് ജനറലി സെൽസ് ഫുഡ് പ്രൊഡക്ട്സ് ആൻഡ് ഹൗസ് ഹോൾഡ് ഐറ്റംസ് properly placed and arranged in a specific departments is called a supermarket. ഇതിന്റെ ഒരു കുറച്ചും കൂടി വലിയ സ്ട്രക്ചർ ആണ് ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. Warehouse is a retail format which sells limited stock, but they will sell it in a bulk at a discounted rate. Okay, at a warehouse stores ഉണ്ടായിരിക്കും. Specialty stores, പേര് പറയുന്നത് പോലെ specialty store would specialize in a particular product. They would not sell anything apart from a specific range of product. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ if they are selling helmets they will sell only helmet, or if they are selling mobile phones they will focus only on the mobile phones. So we call it as a specialty stores. ഒത്തിരി ബ്രാൻഡഡ് ഔട്ട്ലെറ്റ്സ് സ്പെഷ്യാലിറ്റി സ്റ്റോറുകളായിട്ട് നമുക്ക് കാണാറുണ്ട്. മോം ആൻഡ് പോപ്പ് സ്റ്റോഴ്സ് വി കോൾ ഇറ്റ് ആസ് എ കിരാന സ്റ്റോർ. അതായത് നമ്മുടെ വീടിന്റെ അയൽപക്കത്തൊക്കെ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തായിട്ട് കാണപ്പെടുന്ന ചെറിയ ഷോപ്പുകളെയാണ് കിരാന സ്റ്റോഴ്സ് അല്ലെങ്കിൽ മോം ആൻഡ് പോപ്പ് സ്റ്റോഴ്സ് എന്നൊക്കെ പറയുന്നത്. മോൾസ്, everyone knows what is a mall. It's a example is a Shobha City Mall, Lulu Mall. അതിനകത്ത് basically the many retail chain stores are opening at one place in the form of mall. അതിനകത്ത് തന്നെ ഒരുപാട് റീറ്റെയിൽ ഉണ്ടായിരിക്കും, റൈറ്റ്? ആൻഡ് ഡോളർ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ റെയർ ആണ്, നമ്മുടെ അവിടെ റെയർ ആണ് എങ്കിലും ഉണ്ട്. It offers selected products at extremely low rates, but yet the prices are fixed. In the sense, നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില സ്റ്റോറിൽ ഏതെടുത്താലും 99 രൂപ അല്ലെങ്കിൽ ഏതെടുത്താലും ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും. അതിനെയാണ് ഡോളർ സ്റ്റോർസ് എന്നൊക്കെ പറയുന്നത്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, e-tailers. Everyone knows what is an e-tail. Nowadays customers have the options to shop while they are sitting at homes, right? വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പർച്ചേസ് ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്? ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്യുന്നു. അപ്പൊ ഓൺലൈനിലൂടെ എങ്ങനെയാണ്? വെബ്സൈറ്റിലൂടെ, ഇന്റർനെറ്റിന്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ ആമസോൺ അല്ലെങ്കിൽ മിന്ത്ര, ഫ്ലിപ്കാർട്ട്, ഇതൊക്കെ e-tailers എന്നാണ് അതിന് പറയുന്നത്. They can place their order through internet, pay with the help of debit or credit cards, or in cash on delivery is there, and the products are delivered at the customer's home, right? So these are some of the types of retailers. Idu maatralla, there are lot many types of retailers. അതൊന്നും ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ നിങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുന്നതാണ്. പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം, ഒരു റീറ്റെയിൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഒരു സ്റ്റോർ മാത്രമല്ല, അതിന് കൂടുതൽ വൈഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കണം. അതിനുവേണ്ടിയാണ് ഇത്രയും എക്സാമ്പിൾസ് ഒക്കെ പറയുന്നത്, റൈറ്റ്? സോ എങ്ങനെയാണ് റീറ്റെയിൽ സപ്ലൈ ചെയിൻ വർക്ക് ചെയ്യുന്നത്? ബേസിക്കലി ആസ് എ കസ്റ്റമർ, നമ്മളൊക്കെ കസ്റ്റമേഴ്സ് ആയിട്ട് ഏതെങ്കിലും ഒരു റീറ്റെയിൽ സ്റ്റോറിൽ തീർച്ചയായിട്ടും പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് പോയിട്ടുണ്ടാകും. സോ ബേസിക്കലി യു ആർ ദ കസ്റ്റമർ. എങ്ങനെയാണ് നിങ്ങൾ പോകുന്നത്? എവിടെയാണ്? റീറ്റെയിൽ ഷോപ്പിലേക്ക്. ഈ റീറ്റെയിൽ ഷോപ്പുകളിലേക്ക് എവിടെ നിന്നാണ് പ്രൊഡക്റ്റ് വരുന്നത്? അവര് ഹോൾസെയിലിൽ നിന്ന് പ്രൊഡക്റ്റ് എടുക്കുന്നു. ഈ ഹോൾസെയിലർക്ക് എങ്ങനെ പ്രൊഡക്റ്റ് കിട്ടുന്നത്? ദേ ആർ ഗെറ്റിംഗ് ഫ്രം ദ മാനുഫാക്ചേഴ്സ്. ദിസ് ഇസ് കോൾഡ് ആസ് റീറ്റെയിൽ സപ്ലൈ ചെയിൻ വർക്ക്. ബേസിക്കലി മാനുഫാക്ചർ ഉണ്ട്, മാനുഫാക്ചറർ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ അവര് ഹോൾസെയിലർക്ക് കൊടുക്കുന്നു. ഈ ഹോൾസെയിലേഴ്സ് ഇത് ആവശ്യാനുസരണം അതത് റീറ്റെയിലേഴ്സ് സപ്ലൈ ചെയ്യുന്നു. റീറ്റെയിലേഴ്സ് ആ പ്രൊഡക്റ്റ് വിൽക്കുന്നു, ആർക്ക്? കൺസ്യൂമർക്ക് കൊടുക്കുന്നു. എന്നാൽ ഇത് മാത്രമാണോ റീറ്റെയിൽ സപ്ലൈ ചെയിൻ വർക്ക്? അല്ല. ചില കേസുകളിൽ മാനുഫാക്ചേഴ്സ് നേരിട്ട് കൺസ്യൂമർക്ക് പ്രൊഡക്റ്റ് കൊടുക്കാറുണ്ട്. ചില കേസുകളിൽ മാനുഫാക്ചർ നേരിട്ട് റീറ്റെയിലേഴ്സ് പ്രൊഡക്റ്റ് കൊടുക്കുന്നു, ഹോൾസെയിലർ ഇല്ലാതെ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ടൈറ്റൻ ഇൻഡസ്ട്രീസ് എടുക്കുകയാണെങ്കിൽ അവര് വാച്ച് മാനുഫാക്ചർ ചെയ്യാനായിട്ട് അവർക്ക് യൂണിറ്റ് ഉണ്ട്. അപ്പൊ ഈ വാച്ച് മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തതിനു ശേഷം അത് ഹോൾസെയിലർക്ക് പോകില്ല, അത് റീറ്റെയിലേഴ്സിന് നേരിട്ട് പോകുന്നു, പിന്നീട് റീറ്റെയിലേഴ്സിൽ നിന്ന് കൺസ്യൂമറിലേക്ക് പോകുന്നു. സോ ഇറ്റ്സ് അനദർ കൈൻഡ് ഓഫ് റീറ്റെയിൽ സപ്ലൈ ചെയിൻ. So the basic model is like this: manufacturer, wholesaler, retailer, and consumer. So what all are the trends? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റീറ്റെയിൽ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം. ഓക്കെ, സോ എന്താണ് ഇപ്പോഴത്തെ റീറ്റെയിൽ ട്രെൻഡ്? ഒന്ന്, ഇന്ത്യയിലെ പൊതുവെ റീറ്റെയിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹൈലി അൺഓർഗനൈസ്ഡ് ആയിട്ട് കിടക്കാണ്. അത് അൺഓർഗനൈസ്ഡ് ടു ഓർഗനൈസ്ഡിലേക്ക് ഒരു മൂവ്മെന്റ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഐ വിൽ ഗിവ് യു എ സ്മോൾ എക്സാമ്പിൾ. ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു സ്റ്റോറിൽ പോയിട്ട് ഒരു ബിസ്ക്കറ്റോ
അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. അവരെന്താ ചെയ്യുന്നത്? അവർ അതിനകത്ത് പ്രൈസ് അങ്ങനെ തന്നെ എടുക്കുന്നു. ഇറ്റ്സ് ബേസിക്കലി മാക്സിമം റീറ്റെയിൽ പ്രൈസ്. ആ സ്റ്റോറിൽ എല്ലാ പ്രൊഡക്റ്റും കാണും? തീർച്ചയായിട്ടും ഇല്ല. ആ സ്റ്റോറിന്റെ ഉടമസ്ഥന് ആവശ്യമെന്ന് തോന്നുന്ന പ്രൊഡക്റ്റ് മാത്രമാണ് അവിടെ വെക്കുന്നത്, റൈറ്റ്? സോ ഇറ്റ് ഈസ്, we cannot call it as an organized stock system. It's a highly unorganized. He will fix the price whatever he want, right? And he will sell it to the consumer. So we can call it as, most of the retailers in India are like that. Okay, I'm not blaming them. ഇപ്പോഴത്തെ ഇന്ത്യയുടെ അവസ്ഥയിൽ most of the retailers are unorganized. പക്ഷേ the shift is happening now. The retail chains are moving from unorganized to the organized. സെക്കൻഡ് തിങ്, ദ സ്റ്റോർ ഡിസൈൻ. ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. സ്റ്റോർ ഡിസൈനിങ്ങിൽ മാറ്റം വരുന്നുണ്ട്. കോമ്പറ്റീഷൻ, ഹൈലി, വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ഹൈ കോമ്പറ്റീഷൻ ആണ്. വ്യത്യസ്തതയാർന്ന റീറ്റെയിലുകൾ വന്നുകൊണ്ടിരിക്കുന്നു. മോസ്റ്റ് ഓഫ് ദ റീറ്റെയിലേഴ്സ് ആർ നൗ ടെക്നോളജി ഡ്രിവൺ, റൈറ്റ്? ഫോർ എക്സാമ്പിൾ, യു ക്യാൻ ഡു ദ ഓൺലൈൻ പേയ്മെന്റ്, യു ക്യാൻ സെലക്ട് ദ പ്രൊഡക്റ്റ് ത്രൂ ഇന്റർനെറ്റ്. ഇതൊക്കെ ടെക്നോളജി ഡ്രിവൺ. For example, another example is you can use the UPIs to pay the bill. ഇതൊക്കെ clear example for the how the retail is driven by the technology. Consumer buying behavior change ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I'll give you an example. For example, people are now focusing more on fun and entertainment. Suppose at least you people might have watched movie in a movie theater or in a cinema theater. Cinema theater, ഒരുപാട് cinema theaters ഉണ്ട് അല്ലേ, right? So why certain set of people go to the Lulu Mall or they will go to the PVR to watch the movie? Just think about it. ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് നമ്മൾ അടുത്തുള്ള ഒരു സിനിമ തിയേറ്ററിൽ പോയാൽ കാണുന്ന അതേ സിനിമ തന്നെയാണ് PVRൽ നിങ്ങൾക്ക് പോയാലും കാണുന്നത്. പക്ഷേ നിങ്ങളുടെ അടുത്തുള്ള ഈ പറഞ്ഞ സിനിമ തിയേറ്ററിൽ ചാർജ് ചെയ്യുന്ന എമൗണ്ട് ആണോ PVRൽ ചാർജ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും അല്ല. There is a big difference, right? Suppose if you are taking the recliner and all, the price is too high. So what is the difference? People, ഇന്ന ആളുകൾക്ക് വെറും പ്രൊഡക്റ്റ് മാത്രമല്ല വേണ്ടത്, അതിനോട് കൂടെ they need something more, some value addition, some kind of differentiation ആണ് ആവശ്യപ്പെടുന്നത്. People are asking for fun and entertainment. So these are some of the retail trends. There are many trends which is happening, right? I just noted on few of things to just you guys to understand, right? And ഇനി നമ്മൾ റീറ്റെയിൽ സെക്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. റീറ്റെയിൽ ഷോപ്പിൽ നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ജസ്റ്റ് ഇമാജിൻ ലൈക്ക് യു ആർ ഗോയിങ് ടു എ റീറ്റെയിൽ സ്റ്റോർ. ഒന്ന് അതിൽ കസ്റ്റമേഴ്സ് ഉണ്ട്, റൈറ്റ്? കസ്റ്റമേഴ്സ് ആർ വൺ ഫാക്ടർ. അതിനകത്ത് കസ്റ്റമേഴ്സിനെ ഗ്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്ന അസോസിയേറ്റ്, റീറ്റെയിൽ അസോസിയേറ്റ്, അത് ഒരു വലിയൊരു ഫാക്ടറാണ്. ഒന്ന് അതാണ്. രണ്ട്, അതിനകത്ത് റീറ്റെയിലിനകത്ത് ഉള്ള പ്രൊഡക്ട്സ്, യു ക്യാൻ സീ എ വൈഡ് വെറൈറ്റി ആൻഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ്. അതാണ് സെക്കൻഡ് ഫാക്ടർ. തേർഡ് ഫാക്ടർ, അതിന്റെ ലേഔട്ട്, എവിടെ ഇരിക്കുന്നു, എങ്ങനെ ഇരിക്കുന്നു ആ സ്റ്റോർ, അതാണ് മൂന്നാമത്തെ ഒരു കാര്യം. അതുപോലെ തന്നെ അതിന്റെ ആംബിയൻസ്, നമുക്കത് അതിലേക്ക് ആ സ്റ്റോറിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ആ ഫീൽ. ജസ്റ്റ് പ്രീവിയസ് എക്സാമ്പിൾ പറഞ്ഞതുപോലെ നമ്മൾ PVRലേക്ക് നമ്മൾ മൂവി കാണാൻ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ അല്ല നമ്മുടെ അടുത്തുള്ള മറ്റൊരു സിനിമ തിയേറ്ററിൽ പോകുമ്പോൾ. ഇറ്റ്സ് ഡിഫറൻഷിയേറ്റഡ്. ഈവൻ ദ പ്രൊഡക്റ്റ് ഈസ് സെയിം, the what we call the feel is different. So whenever we talk about a retail, the first thing that comes to your mind is product, ഉൽപ്പന്നം. പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് നമ്മുടെ മാർക്കറ്റിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് വരുന്നത്? നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ, നമ്മൾ മൊബൈൽ, ജസ്റ്റ് ലെറ്റ്സ് ടേക്ക് ദ കേസ് ഓഫ് മൊബൈൽ. 10 or 15 years ബാക്ക് ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇത്തരത്തിലുള്ള ടച്ച് സ്ക്രീൻ മൊബൈലൊക്കെ ഇത്രയും ലാർജ് ഇതായിട്ട് വരുന്നൊക്കെ. പക്ഷെ ഇന്ന് അത് എല്ലാവരുടെയും കൈകളിൽ ഈ മൊബൈൽ എത്തിയിട്ടുണ്ട്. സോ പക്ഷെ ഇതിന്റെ ഐഡിയ ജനറേറ്റ് ചെയ്തത് ഇറ്റ്സ് എ ലോങ് ബാക്ക്, റൈറ്റ്? ലോങ് ബാക്ക്. സോ ഇഫ് യു ടേക്ക് ദ ഹിസ്റ്ററി ഓഫ് ദിസ് എനി ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, ആദ്യം അതിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുന്നതിന് മുമ്പ് ആദ്യം ഉണ്ടാവുന്ന ഒരു കാര്യം അതിന്റെ ഐഡിയ ജനറേഷൻ ആണ്. അതായത് നമുക്ക് എന്താണ് നമുക്ക് മാർക്കറ്റിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ് ഐഡിയ ജനറേഷൻ. ഒരുപാട് ഐഡിയാസ് ഉണ്ടാവാം, പക്ഷെ ഈ ഐഡിയാസ് എല്ലാം തന്നെ വർക്ക്ഔട്ട് ആവണമെന്നില്ല.
I will take an example of, I will just give an example for idea generation. If you take the case of jewelry, I have an idea of bringing out new collection of Diwali jewelry. Diwali varana. അപ്പോൾ ദീപാവലിയുമായി സംബന്ധിച്ച കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ദിവാലി കളക്ഷൻ എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ജുവലറി എനിക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹമുണ്ട്. ദിസ് ഇസ് കോൾഡ് ആസ് ഐഡിയ ജനറേഷൻ. പക്ഷേ ഇതിനകത്ത് എന്തൊക്കെ വേണം? ഈ കളക്ഷൻ ഓഫ് ജുവലറി കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അതിനകത്ത് ബാംഗിൾസ് വേണോ, നെക്ലസ് വേണോ, അതോ ലോക്കറ്റ് വേണോ, പെൻഡന്റ് വേണോ, ഇയർ റിങ്സ് വേണോ, അതോ നോസ് റിങ്സ് വേണോ? സോ ബേസിക്കലി ദർ ആർ ലോട്ട് മെനി പ്രൊഡക്റ്റ് കാറ്റഗറീസ്. ഇതിൽ ഏതൊക്കെ കാറ്റഗറിയാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത്, ഏതൊക്കെ എടുത്താലാണ് അത് ഫീസിബിൾ ആയിരിക്കുന്നത്? ഐഡിയാസ് കുറെ ഉണ്ടായിരിക്കാം, പക്ഷെ ഈ ഐഡിയാസിനകത്ത് നമ്മളൊരു ചെറിയ സ്ക്രീനിങ് ആവശ്യമാണ്. എന്തുകൊണ്ടാണ്? എല്ലാ ഐഡിയയും വർക്ക്ഔട്ട് ആവണം എന്ന് നിർബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഫീസിബിലിറ്റി സ്റ്റഡി നടക്കണം. അതാണ് സെക്കൻഡ് സ്റ്റേജ്, ഐഡിയ സ്ക്രീൻ ചെയ്യണം. മൂന്നാമത്തെ സ്റ്റേജ്, ഐഡിയ മാത്രം ഉണ്ടായാൽ പോരാ, ഐഡിയ സ്ക്രീനിങ് മാത്രം നടന്നാൽ പോരാ, അതൊരു കോൺസെപ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യണം. ഐ വിൽ ഗിവ് എൻ എക്സാമ്പിൾ. സപ്പോസ് ഇഫ് ഐ വാണ്ട് ടു, എന്റെ മനസ്സിലൊരു ഐഡിയ എന്ന് പറയുന്നത് ഒരു നല്ലൊരു വാച്ച്, മെൻസ് വാച്ച് വേണം, അനലോഗ് ആയിട്ടുള്ള ഒരു വാച്ച് വേണം. അപ്പൊ ഐഡിയ ഉണ്ടായി, അതിന്റെ ഡിസൈൻ ഒക്കെ എന്റെ മനസ്സിലുണ്ട്. പക്ഷേ ഈ ആശയം ഇത് ഒരു ഡിസൈനറായിട്ട് പങ്കുവെച്ചാൽ മാത്രമാണ് ആ ഡിസൈൻ രൂപപ്പെടുള്ളൂ. അല്ലെങ്കിൽ അതെന്റെ മനസ്സിൽ മാത്രമാണ്, എന്റെ മൈൻഡിൽ മാത്രമാണ് ഉള്ളത്. പക്ഷെ ഈ മനസ്സിലുള്ള ഈ അദ്ദേഹം അത് ഡിസൈൻ ചെയ്യുമ്പോൾ മാത്രമാണ് അത് എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. So that is called the concept. The selected ideas are turned into concept and tested to find the best one. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് ഒരു വെറൈറ്റി വാച്ച് ആണ് ലോഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിന്റെ പല ഡിഫറെന്റ് ഡിസൈൻസ് നമ്മൾ കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരണം. പിന്നീട് വീണ്ടും അതിൽ നിന്ന് സ്ക്രീൻ ചെയ്യണം. അതെങ്ങനെ സ്ക്രീൻ ചെയ്യും? ഇത് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്താൽ മാത്രം പോരല്ലോ, അത് എത്രമാത്രം റീറ്റെയിലുകളിൽ അല്ലെങ്കിൽ കടകളിൽ സെല് ചെയ്യും, അല്ലെങ്കിൽ ആളുകളുടെ ഡിമാൻഡ് എത്രയുണ്ട്, അപ്പോൾ അതിൽ ഡിമാൻഡ് കൂട്ടാനുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നാലാമത്തെ സ്റ്റേജിൽ പ്ലാൻ ചെയ്യുന്നത്. സോ ആദ്യം ഐഡിയ ജനറേറ്റ് ചെയ്തു, എനിക്ക് 10ഓളം ഐഡിയ ഉണ്ട്, പക്ഷെ ഐഡിയയിൽ നിന്ന് ഫീസിബിൾ ആയിട്ടുള്ള 5 ഞാൻ സെലക്ട് ചെയ്തു. ഈ 5 ഞാൻ കോൺസെപ്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തു, പ്രൊഡക്റ്റ് ആക്കാന്ന് വെച്ചാൽ ഇറ്റ്സ് ഓൺലി ഇൻ ദ ഡിസൈൻ സ്റ്റേജിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. എന്നിട്ട് ഈ പ്രൊഡക്റ്റുകൾ നമ്മൾ ഡിസൈൻ ചെയ്ത പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ സെൽ ചെയ്യുന്നുണ്ടോ എന്ന് മാർക്കറ്റിംഗ് ടീമായിട്ട് സംസാരിക്കുന്നു, അവരുടെ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുന്നു, അത് സെൽ ചെയ്യാനുള്ള ഐഡിയാസ് ജനറേറ്റ് ചെയ്യുന്നു, അതിന്റെ ബിസിനസ് എത്രമാത്രം ഉണ്ടാകുന്നു എന്നുള്ളതൊരു എസ്റ്റിമേറ്റ് എടുക്കുന്നു. അതിനുശേഷം ഈ പ്രൊഡക്റ്റിന്റെ ഒരു പ്രോട്ടോടൈപ്പ് നിർമ്മിക്കുന്നു. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ അതുപോലെ ഇരിക്കുന്ന സിമിലർ ആയിട്ടുള്ള മറ്റൊരു പ്രൊഡക്റ്റ്. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു ഗോൾഡ് വാച്ച് ആണ് മാനുഫാക്ചർ ചെയ്യാൻ ആളുകളിലേക്ക് എത്തിക്കാൻ താല്പര്യമെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് ആളുകളുടെ ഡിമാൻഡ് അനുസരിച്ച് ലക്ഷക്കണക്കിന് ഗോൾഡ് വാച്ച് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇല്ല. നമുക്ക് അതിന്റെ ഡിമാൻഡ് കറക്റ്റ് ആയിട്ട് അറിയില്ല. ആയതിനാൽ ഗോൾഡ് പോലെ ഇരിക്കുന്ന ഒരു പ്രോട്ടോടൈപ്പ് വാച്ച് നമ്മൾ മാനുഫാക്ചർ ചെയ്ത് നോക്കുന്നു. ഈ ആദ്യം ജനറേറ്റ് ചെയ്ത ഐഡിയയുമായി മാച്ച് ചെയ്യുന്നുണ്ടോ റിയൽ പ്രൊഡക്റ്റ് എന്നുള്ളൊരു കമ്പാരിസൺ നടക്കണം. അതിനുശേഷം ഒരു മാർക്കറ്റ് ടെസ്റ്റിംഗ് നടത്തണം. മാർക്കറ്റ് ടെസ്റ്റിംഗ് നടത്തി അത് സക്സസ് ആവുകയാണെങ്കിൽ മാത്രം കൊമേഴ്ഷ്യലൈസ് ചെയ്യണം, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യണം. സോ ബേസിക്കലി വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ് ലൈക്ക്, ഒരു ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പറയുമ്പോൾ വളരെ സിമ്പിൾ ആണെങ്കിലും അതൊരു 6 months to 1 year എടുക്കുന്ന ഒരു സ്റ്റേജ് ആണ്. ആളുകളുടെ ഇടയിൽ നിന്ന് ഐഡിയ ജനറേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ സ്ക്രീൻ ചെയ്യുക, കോൺസെപ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുക, സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക, അനാലിസിസ് ചെയ്യുക, പിന്നെ റിയൽ പ്രൊഡക്റ്റ് പ്രോട്ടോടൈപ്പ് ചെയ്യുന്നു, മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യുന്നു, കൊമേഴ്ഷ്യലൈസേഷൻ ചെയ്യുന്നു. ഇതില് 2 തരം സ്ട്രാറ്റജീസ് പറയുന്നു. ഒന്ന് പ്രൊആക്റ്റീവ് സ്ട്രാറ്റജി, അതായത് നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ മാർക്കറ്റ് റിസർച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീം ഉണ്ടായിരിക്കും. അപ്പൊ ആ ടീമിനുമായി ചേർന്നുകൊണ്ട് ആശയങ്ങൾ ഡെവലപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ മറ്റു കമ്പനികളായിട്ട് അലയൻസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഐ വിൽ ഗിവ് യു ആൻ എക്സാമ്പിൾ. ഫോർ ഫേസ്ബുക്ക് acquired WhatsApp. Facebook into internet and WhatsApp is more into mobile application. So what they did, they acquired Facebook, acquire WhatsApp and acquire. So some cases you need to do like that.
ചില കേസുകളിൽ കസ്റ്റമറുടെ റിക്വയർമെന്റ് ഉണ്ടായിരിക്കും, ഹ്യൂജ് റിക്വയർമെന്റ് ഉണ്ടായിരിക്കും. അപ്പൊ ആ റിക്വയർമെന്റ് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രൊഡക്റ്റ് നമ്മൾ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യാം. ഇതെന്ന് പറയുന്നത് റിയാക്റ്റീവ് ആണ്. നേരത്തെ പറഞ്ഞത് പ്രൊആക്റ്റീവ് ആണ്. സോ ബേസിക്കലി വാട്ട് ഐ എം ടെല്ലിംഗ് ഈസ് ലൈക്ക് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ ദർ ആർ ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്ട്രാറ്റജീസ്. ഞാൻ പറഞ്ഞത് മാത്രമല്ല, ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. ദിസ് സ്ട്രാറ്റജി വിൽ ബി ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് കമ്പനീസ്, റൈറ്റ്? It's a big concept, and the lead time for a product will be somewhere around 6 months to 1 year. It will take 1 year for the complete new product development process എന്ന് പറയുന്നത് ഒരു 1 year ഒക്കെ എടുക്കും. Okay, so if you want to be part of ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് മാനേജർ, നിങ്ങളുടെ കോഴ്സ് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സെക്ടർ ഉണ്ട്, ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് സെക്ടർ ഉണ്ട്. നിങ്ങൾക്ക് അതിനോട് താല്പര്യമുണ്ട്, അതിലേക്ക് കയറാൻ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട സ്കില്ലുകളാണ് ഈ പറഞ്ഞത്. ഒന്ന്, ലോജിക്കൽ ആൻഡ് ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡ്. എന്താണ് മാർക്കറ്റിൽ നടക്കുന്നത് എന്നുള്ളതൊക്കെ തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടാവണം. കൂടുതൽ നിരീക്ഷിക്കാനും റിസർച്ച് ചെയ്യാനൊക്കെ ഉള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. എക്സലന്റ് അനാലിറ്റിക്കൽ സ്കിൽ. ഇത് എങ്ങനെയാണ് നമ്മൾ നേരത്തെ സ്ലൈഡിൽ കണ്ട ഒരു കാര്യമാണ് മാർക്കറ്റ് റിസർച്ച്, അതേപോലെ ബിസിനസ് അനാലിസിസ് എന്ന് പറയുന്ന സ്റ്റേജ് ഒക്കെ ഉണ്ട്. അപ്പോൾ if you don't have a good analytical skill, it is not possible to become a new product development manager. So you need to develop analytical skill ഇല്ലെങ്കിൽ നിങ്ങൾ അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ, മെത്തഡോളജിക്കൽ അപ്രോച്ച്. വെരി ഇമ്പോർട്ടൻറ്റ് മെത്തഡോളജിക്കൽ അപ്രോച്ച്. കാരണം എന്താ വെച്ചാൽ ഇത് ഇപ്പോ ഈ സ്റ്റേജിലെങ്കിലും നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിന് മാത്രമല്ല, ഏതൊരു പ്രൊഫൈലിനും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ് ഒരു മെത്തഡോളജിക്കൽ അപ്രോച്ച്. അതായത് നിങ്ങൾക്ക് ഐഡിയ ഉണ്ട്. ഈ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് കേസ് പറയും. ഇപ്പൊ നിങ്ങൾക്ക് യു ഹാവ് ഗോട്ട് എൻ ഐഡിയ, ബട്ട് അൺലെസ് ആൻഡ് അൺടിൽ നിങ്ങൾ ഈ ഐഡിയ നിങ്ങൾ ഡിസൈനേഴ്സ് ആയിട്ട് പങ്കുവെക്കാൻ സാധിച്ചില്ലെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? എവറിത്തിങ് വിൽ ബി എ ഫ്ലോ, റൈറ്റ്? സോ ബേസിക്കലി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുമ്പോൾ സ്റ്റെപ്പ് ബൈ ക്ലിയർ റിട്ടേൺ ആൻഡ് പ്രോസസ്സിലൂടെ തന്നെ കടന്നു പോകണം. അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി എ ബിഗ് ഫെയിലിയർ. For example, if you don't do the market analysis and if you launch the product, what will happen? നിങ്ങൾ നല്ലൊരു മാർക്കറ്റ് അനാലിസിസ് ചെയ്യാതെ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് എന്ത് സംഭവിക്കും? ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ബി എ ബിഗ് ഫെയിലിയർ, അല്ലേ? തീർച്ചയായിട്ടും ഒരു പക്ഷെ അത് വലിയൊരു ഫെയിലിയർ ആയി മാറാം. ഇറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ എ ബിഗ് ലോസ്. സോ വാട്ട് എവർ യു ഡു, ഇറ്റ് ഷുഡ് ബി എ മെത്തഡോളജിക്കൽ. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ആശയം കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഒരു ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് മാർക്കറ്റിംഗ് ടീമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടി വരും, വിഷ്വൽ മെർച്ചൻഡൈസിംഗ് ടീമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടി വരും, ബിസിനസ് അനാലിസ്റ്റുകളുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടി വരും. സോ ബേസിക്കലി യു നീഡ് ടു ബി ഇൻ ടച്ച് വിത്ത് ഡിഫറെന്റ് ടീം മെമ്പേഴ്സ്. സോ യു നീഡ് ടു ഹാവ് എ ടീം വർക്കിംഗ് സ്കിൽ. അതുപോലെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അകത്തുള്ള ആളുകളായിട്ട് ഇന്റർപേഴ്സണൽ സ്കിൽ, റിട്ടൺ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ടെക്നിക്കൽ സ്കിൽ, പ്രോബ്ലം സോൾവിംഗ് സ്കിൽ, IT സ്കിൽ, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. സോ ഐ ജസ്റ്റ് run through this presentation because of short of time, I guess. Second thing, ഒന്ന് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു വലിയൊരു സെക്ടർ അതിലുണ്ട്. മറ്റൊരു സെക്ടറാണ് റീറ്റെയിൽ അസോർട്ട്മെന്റ്. ഐ വിൽ ഗിവ് യു ആൻ എക്സാമ്പിൾ. ഇഫ് യു സപ്പോസ് നിങ്ങളൊരു സ്റ്റോറിലേക്ക്, ഒരു ടെക്സ്റ്റൈൽ, ഒരു ഡ്രസ്സ് വാങ്ങാനായിട്ട് നിങ്ങളൊരു സ്റ്റോറിലേക്ക് പോയി. ആ സ്റ്റോറിലേക്ക് നിങ്ങൾ പോയപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ഉണ്ട്. പക്ഷേ ഡിസൈൻ നോക്കിയപ്പോൾ അത് നിങ്ങളുടെ സൈസിനനുസരിച്ചുള്ള ആ പ്രോഡക്റ്റ് കിട്ടാനില്ല. ഫോർ എക്സാമ്പിൾ, ഐ എം വെയറിംഗ് എ 40 സൈസ് ഷർട്ട്. എനിക്ക് ഡിസൈൻ ഒക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷെ ഞാൻ ചെന്നപ്പോൾ 40 സൈസിലെ 32 and 42 ഉള്ളൂ. സോ വാട്ട് വിൽ ഹാപ്പൻ? ഐ ഹാവ് ടു അതിൽ നിന്ന് നമ്മൾക്ക് ഐ കനോട്ട് ബൈ ദാറ്റ് പ്രോഡക്റ്റ്, റൈറ്റ്? സോ സെക്കൻഡ് ടൈം വീണ്ടും ഞാൻ ആ സ്റ്റോറിലേക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വന്നു. അപ്പൊ അവിടെയും ഇവിടെ നോക്കിയപ്പോൾ എന്താ വെച്ചാൽ വീണ്ടും 40 സൈസ് ഇല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഷർട്ടിൽ 40 സൈസ് ഇല്ല. സോ വാട്ട് വിൽ ഹാപ്പൻ? Whether I will go for the third time? No. What will happen? I will not go to the store. I will go to some other store where I will be able to get the എൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് കിട്ടുന്ന സ്റ്റോറിലേക്ക് ഞാൻ പോകുന്നു. സോ ഒരു സ്റ്റോർ എന്ന് പറയുമ്പോൾ വെറുതെ കുറെ പ്രൊഡക്റ്റ് ഉണ്ടായിട്ട് കാര്യമില്ല. ആളുകളുടെ ആവശ്യം മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകളെ വെക്കുന്നതിനെയാണ് അസോർട്ട്മെന്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. So basically, it is ensuring right product at right store at the right time. Okay, ഇത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്? ഒന്ന്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ആസ് എ കസ്റ്റമർ എനിക്ക് ആ പ്രൊഡക്റ്റ്, ഞാൻ ആഗ്രഹിച്ച പ്രൊഡക്റ്റ് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഐ വിൽ നോട്ട് ബി സാറ്റിസ്ഫൈഡ്, റൈറ്റ്? സോ
ഫോർ ബെറ്റർ സാറ്റിസ്ഫൈ. അതുപോലെ തന്നെ ഡിമാൻഡ് മീറ്റ് ചെയ്യണമെങ്കിൽ യു നീഡ് ടു ഹാവ് എ അസോർട്ട്മെന്റ് പ്ലാൻ. അല്ലെങ്കിൽ കസ്റ്റമർ തിരിച്ചു പോകും, പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റില്ല. റൈറ്റ്, യുവർ ഡിമാൻഡ് യു കനോട്ട് മീറ്റ് ദ സപ്ലൈ വിൽ നോട്ട് ബി ഈക്വൽ ടു ദ ഡിമാൻഡ്. റൈറ്റ്, സോ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വൺ മോർ തിങ്. പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് അസോർട്ട്മെന്റ് പ്ലാനിങ് മനസ്സിലാക്കണമെങ്കിൽ പ്രൊഡക്റ്റ് മിക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു പ്രൊഡക്റ്റിന്റെ ഒരു സൈസ് എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമാണ്. ജസ്റ്റ് ഇമാജിൻ, നിങ്ങൾ എല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരായിരിക്കും. ഇന്ന് ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സെല്ലിംഗ് മൊബൈലാണ് MI, അല്ലെ? MI എന്ന് പറയുന്ന ബ്രാൻഡ്. അവർക്ക് മറ്റു പല ബ്രാൻഡുകളുണ്ട്. റെഡ്മി ഉണ്ട്, അല്ലെ? റെഡ്മി ഉണ്ട്, MI ഉണ്ട്, പിന്നെ മറ്റേ അതുപോലെ പോക്കോ എന്ന് പറയുന്ന ബ്രാൻഡൊക്കെ ഉണ്ട്. ഈ MI എന്ന് പറയുന്നത് മൊബൈൽ ഫോൺസ് മാത്രമാണോ? അല്ല. അവരുടെ പ്രൊഡക്റ്റ് ലൈൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് മൊബൈൽ ഫോൺ ഉണ്ട്, മറ്റൊരു പ്രൊഡക്റ്റ് ലൈനാണ് ടെലിവിഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ അവർക്ക് സെറ്റപ്പ് ബോക്സ് പോലെയുള്ള ആൻഡ്രോയിഡ് ബോക്സുകൾ ഉണ്ട്. സോ പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് വെർട്ടിക്കൽസ് ഓഫ് പ്രൊഡക്റ്റ്. ഇനി അതിനകത്ത് മൊബൈൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് റെഡ്മി എന്ന് പറയുന്ന ബ്രാൻഡ് ഉണ്ട്, പോക്കോ എന്ന് പറയുന്ന ബ്രാൻഡ് ഉണ്ട്, MI എന്ന് പറയുന്ന ബ്രാൻഡ് ഉണ്ട്. ഇനി അത് മാത്രമാണോ? അല്ല. ഈ റെഡ്മിക്ക് അകത്ത് തന്നെ ഒരുപാട് സബ് കാറ്റഗറീസ് വരുന്നുണ്ട്. അതായത് റെഡ്മി 9 വരുന്നുണ്ട്, 9 Pro വരുന്നുണ്ട്, 9 Pro Max വരുന്നുണ്ട്. സോ വാട്ട് ഐ എം ടെല്ലിംഗ് ഇസ് ദാറ്റ് നിങ്ങളൊരു പ്രൊഡക്റ്റ് കാണുമ്പോൾ ജസ്റ്റ് ഒരു മൊബൈൽ ഫോൺ മാത്രമല്ല, ഇനി നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അതിനകത്ത് എത്ര മോഡലുണ്ട്, എത്ര വെറൈറ്റീസ് ഉണ്ട്. സോ വി കോൾ ഇറ്റ് എസ് എ പ്രൊഡക്റ്റ് മിക്സ് വിത്ത്. ഇതിന്റെ അസോർട്ട്മെന്റ്, ഇത് എങ്ങനെ ഏത് കടയിൽ ഏത് പ്രൊഡക്റ്റ് വെക്കണം, എത്ര സ്റ്റോക്ക് കീപ്പ് ചെയ്യണം, ഇതിനെയാണ് അസോർട്ട്മെന്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ദ അസോർട്ട്മെന്റ് പ്ലാനേഴ്സ് എന്ന് പറയുന്നത് ദേ വിൽ ബി ഹാൻഡ്ലിംഗ് in more of analytical data. We use softwares like Excel, അതുപോലെ തന്നെ Oracle ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സോഫ്റ്റ്വെയർസ് ആണ് സാധാരണ ഈ അസോർട്ട്മെന്റ് പ്ലാനിങ്ങിന്, സ്റ്റോക്ക് പ്ലാനിങ്ങിന് യൂസ് ചെയ്യുന്നത്. സോ വാട്ട് യു നീഡ് ടു ഹാവ്, നിങ്ങൾക്ക് എല്ലാ പ്രൊഡക്റ്റും, ഒരിക്കലും ഒരു കമ്പനിയുടെ എല്ലാ പ്രൊഡക്റ്റും അവർ തന്നെ മാനുഫാക്ചർ ചെയ്യുമെന്ന് നിർബന്ധമൊന്നുമില്ല. ചില കേസുകളിൽ അവർ മറ്റ് വെൻഡേഴ്സിനെ ഏൽപ്പിക്കും. അവർക്ക് അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റിന് കപ്പാസിറ്റി ഇല്ലെങ്കിൽ അവർ ആ പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഒരു തേർഡ് പാർട്ടിയെ ഏൽപ്പിക്കാറുണ്ട്. അപ്പൊ ആ തേർഡ് പാർട്ടിക്ക് ഇഷ്ടമുള്ള കോസ്റ്റ് അനുസരിച്ചിട്ട് ഒരിക്കലും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? അവരായിട്ട് നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നല്ല കമ്പ്യൂട്ടർ നോളജ് ഉണ്ടാവണം. അസോർട്ട്മെന്റ് പ്ലാനർ നിങ്ങൾക്ക് ആവണമെങ്കിൽ യു ഷുഡ് ഹാവ് എ വെരി ഗുഡ് കമ്പ്യൂട്ടർ നോളജ് ആൻഡ് യു ഷുഡ് ഹാവ് ഷാർപ്പ് അനലിറ്റിക്കൽ സ്കിൽ. എന്തുകൊണ്ടാണ് ഷാർപ്പ് അനലിറ്റിക്കൽ സ്കിൽ? ഐ ടെൽ യു ദ റീസൺ. ഇപ്പൊ നിങ്ങൾ കുറെ പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് വെച്ചതുകൊണ്ട് സെയിൽ കൂടില്ല, പക്ഷെ എന്ത് കൂടും? ഇൻവെന്ററി കോസ്റ്റ് കൂടും, അല്ലെ? നമുക്കൊരു 100 crore ബഡ്ജറ്റ് ആണ്, നമുക്ക് 10 സ്റ്റോർ ഉണ്ട്. ഈ 10 സ്റ്റോറിൽ നമ്മൾ ഈക്വൽ ആയിട്ടോ അല്ലെങ്കിൽ എവിടെയാണോ സെയിൽ കൂടുതൽ നടക്കുന്നത് അവിടെയാണ് നിങ്ങൾ സ്റ്റോക്ക് കൂടുതൽ വെക്കേണ്ടത്. സെയിൽ ഇല്ലാത്ത സ്ഥലത്ത് നിങ്ങൾ സ്റ്റോക്ക് ചെയ്ത് എന്ത് സംഭവിക്കും? ഇറ്റ്സ് ആൻ ഇൻവെന്ററി കോസ്റ്റ്, അല്ലെ? പ്രത്യേകിച്ച് ആർക്കും ഒരു ഉപയോഗം ഉണ്ടാവില്ല. ഇറ്റ് ഈസ് എ ലോസ്. So basically you should have a sharp analytical skill if you want to become an assortment planner. Next is pricing. വില. പലപ്പോഴും നമ്മൾ ഒരു വില കേൾക്കുമ്പോൾ ഇവിടെ നല്ല ഓഫറാണ്, നല്ല പ്രൈസ് ഡിസ്കൗണ്ട് ആണ്, ഭയങ്കര കുറവാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യം? ഈ പ്രൈസിംഗ് എന്ന് പറയുന്നത് അത് ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്, പ്രൈസിംഗ് ഡിപ്പാർട്ട്മെന്റ്. സോ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് യൂസ്ഡ് ഇൻ എക്കണോമിക് ആൻഡ് ഫിനാൻസ്. ഇറ്റ്സ് എ വാല്യൂ ഫോർ ദ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഡിസൈഡ് ചെയ്യുന്നതാണ് പ്രൈസ് എന്ന് പറയുന്നത്. Basically, pricing occurs when a business decides how much a customer must pay for a product or service. വില, ഒരു പ്രൊഡക്റ്റിന്റെ വിലയാണ് പ്രൈസ് എന്ന് പറയുന്നത്. ഈ പ്രൈസിംഗ് എന്ന് പറയുമ്പോൾ അത് ഇടുന്നതിന് ലോജിക്കലി ഒരുപാട് റീസൺസ് ഉണ്ട്. ഒന്ന്, ആ പ്രൊഡക്റ്റ് നിർമ്മിക്കാനെടുത്ത മാനുഫാക്ചറിങ് കോസ്റ്റ്, എത്രമാത്രം കോമ്പറ്റീഷൻ ഉണ്ട്, അതുപോലെ തന്നെ ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, അതിനോടുള്ള ഡിമാൻഡ് എന്ന് പറയുന്ന എത്രമാത്രം പ്രോഫിറ്റ് നമുക്ക് കിട്ടണം, ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത്. സോ ഇത് മാത്രമല്ല, ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. മാർക്ക് ഡൗൺ പോലെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. സോ വാട്ട് ഐ എം ടെല്ലിംഗ്, പ്രൈസിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹാർട്ട് ഓഫ് ദി റീറ്റെയിൽ, റൈറ്റ്? സോ പ്രൈസിംഗ് ഫ്രെയിംവർക്ക് എടുക്കുകയാണെങ്കിൽ അതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നു. സ്ട്രാറ്റജിക്ക് അനുസരിച്ച് അവർ എങ്ങനെ പ്രൈസ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നു. ചെയ്ത പ്രൈസിംഗ് അനുസരിച്ച് അത് എങ്ങനെ മാർക്കറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നു. പിന്നീട് അത് കൺട്രോൾ ചെയ്യുന്നു. ഇതാണ് 4 പ്രൈസിംഗ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഇനി ഓരോ പ്രൊഡക്റ്റ് കാറ്റഗറിക്കും ഓരോ കമ്പനിക്കും ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൈസിംഗ് സ്ട്രാറ്റജി ഉണ്ട്, ഡിഫറെന്റ് പ്രൈസിംഗ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഐ വിൽ ഗിവ് യു ആൻ എക്സാമ്പിൾ. ലെറ്റ്സ് ടേക്ക് ദ കേസ് ഓഫ് ആൻ ആപ്പിൾ ഫോൺസ് എല്ലാവർക്കും അറിയാം.
ആപ്പിൾ ഫോൺ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് വളരെ ഹൈ ആയിരിക്കും, വളരെ ഹൈ. പിന്നീട് അവര് അത് പ്രൊഡക്റ്റിന്റെ പ്രൈസ് താഴ്ത്തോട്ട് കുറച്ച് കൊണ്ടുവരും. ഇതിനാണ് സ്കിമ്മിങ് പ്രൈസിങ് എന്ന് പറയുന്നത്. മറ്റൊരു തരം പ്രൈസിംഗ് ഉണ്ട്. നിങ്ങൾ പ്രത്യേകിച്ച് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ പറയാം, 10 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ 9.9 9 രൂപ 99 പൈസ എന്നൊക്കെ പറയും, 9 rupees 90. സോ വാട്ട് ഇൻസ്റ്റെഡ് ഓഫ് ടെലിംഗ് ഇറ്റ് ആസ് എ 10 rupees, 10 രൂപ എന്ന് പറഞ്ഞാൽ people may not buy that one. പക്ഷെ 9 രൂപ 99 പൈസ എന്ന് പറയുമ്പോൾ people feel like it is less than 10, so much less. വലിയ വ്യത്യാസമുണ്ടോ? തീർച്ചയായിട്ടും ഒരു പൈസയുടെ വ്യത്യാസമുള്ളൂ. പക്ഷെ ഇറ്റ്സ് കോൾഡ് എസ് എ സൈക്കോളജിക്കൽ പ്രൈസിങ്. സോ കൺസ്യൂമർ ഫീൽ ലൈക്ക് ഇറ്റ് ഇസ് എ പ്രൈസ് ഇസ് അറ്റ് ദ ലോവർ എൻഡ്. അതുപോലെ തന്നെ മറ്റൊരു പ്രൈസിംഗ് ആണ് കോമ്പറ്റീറ്റീവ് പ്രൈസിങ്. അത് കോമ്പറ്റീറ്റേഴ്സിനെ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ വേണ്ടി അതിനനുസരിച്ച് പ്രൈസ് ചെയ്യുന്നു. മറ്റൊരു പ്രൈസിംഗ് ആണ് പെനട്രേഷൻ പ്രൈസിങ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നേരത്തെ കാണിച്ച പല മൊബൈൽ ഫോൺസ് ഇനീഷ്യലി ലോഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ കണ്ടു കാണും 25% ഡിസ്കൗണ്ടിൽ ഇനീഷ്യൽ സ്റ്റേജിൽ. ഫോർ എക്സാമ്പിൾ ദ കമ്പനീസ് ലൈക്ക് MI, റെഡ്മി ആൻഡ് ഓൾ, വാട്ട് ദേ ഡു ഇസ് എ പെനട്രേഷൻ പ്രൈസിങ്. തുടക്കത്തിൽ വലിയ ഡിസ്കൗണ്ട് കൊടുക്കും, പിന്നീട് ചെറുതായിട്ട് പ്രൈസ് ഉയർത്തും. സോ ഇനീഷ്യലി ദേ വാണ്ട് ടു പെനട്രേറ്റ് ദ മാർക്കറ്റ്. ചില കേസുകൾ ദേ ആർ ലോസ് ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ വിൽ സെൽ പ്രൊഡക്റ്റ് അറ്റ് എ വെരി ലോ പ്രൈസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ദേ വാണ്ട് ടു റീച്ച് ടു മോർ മാർക്കറ്റ്, റീച്ച് ടു മോർ നമ്പർ ഓഫ് പീപ്പിൾ. ഇത് മാത്രമാണോ പ്രൈസിംഗ് സ്ട്രാറ്റജി? നോ, ദർ ആർ സോ മെനി പ്രൈസിംഗ് സ്ട്രാറ്റജീസ്. റൈറ്റ്, ഐ എം ജസ്റ്റ് ഗിവിംഗ് എക്സാമ്പിൾ 2-3. ഇതിന് ജസ്റ്റ് എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. ഒരുപാട് പ്രൈസിംഗ് സ്ട്രാറ്റജി ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രം, പ്രൈസിംഗ് എന്ന് പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പ്രൈസിംഗ് സ്ട്രാറ്റജി ഓരോ കമ്പനിയുടെയും വ്യത്യസ്തമാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് പ്രൈസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറി പറ്റണമെങ്കിൽ you should have a good logical ability, sharp analytical skill, you should have a problem solving skill, you should have a computer knowledge, you should have adopt the change management. Okay, so this is one of the very beautiful area in retail sector. Next one is visual merchandising. അതിന് ഏറ്റവും നല്ലൊരു we call it as a silent selling. കാരണം എന്ന് വെച്ചാൽ ആരും ഒന്നും പറയാതെ തന്നെ കസ്റ്റമേഴ്സ് അതിനോട് ഒരു അട്രാക്ഷൻ തോന്നുന്നതിനെയാണ് വിഷ്വൽ മെർച്ചൻഡൈസിങ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് പ്രസന്റിംഗ് ഓർ ഡിസ്പ്ലേയിങ് ദ പ്രൊഡക്ട്സ് ഇൻ എ വേ ദാറ്റ് മേക്സ് വിഷ്വലി അപ്പീലിംഗ് ആൻഡ് ഡിസൈറബിൾ. റൈറ്റ്, ചില സ്റ്റോറുകളിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ കാണാം അത് വളരെ മനോഹരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റൈൽ സ്റ്റോറുകളിലേക്ക് പോകും, വിൽസ് ലൈഫ് സ്റ്റൈലോ അല്ലെങ്കിൽ മാക്സോ, അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രസ്സുകൾ ഈവൻ മടക്കി വെച്ചിരിക്കുന്നത് പോലും അതിനൊരു പ്രത്യേക ശൈലിയുണ്ട്, ഒരു സ്റ്റൈലുണ്ട്. അതിന്റെ നിറങ്ങൾ അത് വ്യത്യസ്തമായ നിറങ്ങളിൽ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വി കോൾ ഇറ്റ് ആസ് എ സ്റ്റാക്കിംഗ് എന്നൊക്കെ അതിനെ പറയും. സ്റ്റാക്കിംഗ് ആൻഡ് കളർ ബ്ലോക്കിംഗ് എന്നൊക്കെയാണ് പറയുന്നത്. സോ ബേസിക്കലി അത് ആളില്ലാതെ തന്നെ നമുക്കത് കാണുമ്പോൾ തന്നെ ആ പ്രൊഡക്റ്റിനോട് ഒരു അട്രാക്ഷൻ കൂടുന്ന രീതിയിലാണ് ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനെയാണ് വിഷ്വൽ മെർച്ചൻഡൈസിങ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് വെറും അറേഞ്ച്മെന്റ്സ് മാത്രമല്ല, നിങ്ങൾ കാണുന്ന ഡിസ്പ്ലേ വിൻഡോസ്, ഇപ്പോൾ ഈ ഇമേജിൽ കാണുന്ന പോലെ മാനുക്വീൻസ്, അതുപോലെ തന്നെ ചില സ്റ്റോറിൽ കയറുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ലൈറ്റിങ്സ് ഉണ്ടായിരിക്കാം. ചില കേസുകളിൽ ചെറിയ മ്യൂസിക് അവർ പ്ലേ ചെയ്യും. ചില കേസുകളിൽ നല്ലൊരു സ്മെല്ല് ഒരു ഫ്രാഗ്രൻസ് കൊടുക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ പോയിന്റ് ഓഫ് പർച്ചേസിൽ സെപ്പറേറ്റ് ഡിസ്പ്ലേസ് ഉണ്ടായിരിക്കും. സ്റ്റോർ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് തന്നെ ഒരു പ്രത്യേക പാറ്റേണിലായിരിക്കും. സോ ഇതൊക്കെ വിഷ്വൽ മെർച്ചൻഡൈസിംഗിന്റെ സം ഓഫ് ദ എക്സാമ്പിൾസ് ആണ്. So what is the skills that you should have if you want to become a visual merchandiser? നിങ്ങൾക്ക് ഒരു വിഷ്വൽ മെർച്ചൻഡൈസർ ആയിട്ട് കയറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ you should have a good understanding about how the brand is working. You should have a creative flair, means ഒരു aesthetical skill, ഒരു ഡിസൈൻ സെൻസിറ്റീവ് ആയിട്ട് സ്കിൽ ഉണ്ടായിരിക്കണം. You should have an analytical skill, commercial awareness, ട്രെൻഡ്, ഇപ്പോഴത്തെ ട്രെൻഡ് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരു കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രാപ്തി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ നല്ല കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലീഡർഷിപ്പ് സ്കിൽ ഉണ്ടാകണം. ഇത്രയും സ്കിൽ ഡെവലപ്പ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ലൊരു വിഷ്വൽ മെർച്ചൻഡൈസർ ആവാൻ പറ്റുള്ളൂ. ആൻഡ് മോർ ദാൻ ദാറ്റ് യു ഷുഡ് ഹാവ് എ വിഷ്വൽ മൈൻഡ്. ഇതൊക്കെ കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള ഒരു മൈൻഡ് നിങ്ങൾക്കുണ്ടാവും. യു ഷുഡ് ഹാവ് എ വിഷ്വൽ മൈൻഡ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ദ സെയിൽസ് അസോസിയേറ്റ്. സെയിൽസ് അസോസിയേറ്റ്, ഇത് എല്ലാവരും വിചാരിക്കുന്ന സെയിൽസ്മാൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, അധികം ഇമ്പോർട്ടന്റ് അല്ലാത്ത അല്ലെങ്കിൽ അധികം വില കൊടുക്കാത്ത ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു ഡെസിഗ്നേഷൻ ആയിട്ടാണ് ആളുകൾ കാണുന്നത്. പക്ഷേ ദ റിയാലിറ്റി ഇസ് ടോട്ടലി ഡിഫറെന്റ്. റീറ്റെയിൽ ട്രെയിനി അല്ലെങ്കിൽ സെയിൽസ് ട്രെയിനി ആയിട്ട് കയറുന്ന ഒരു വ്യക്തിക്ക്
അവന്റെ ഹൈറാർക്കിയൽ ലാഡർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ he can reach up to the vice president of sales. ചെറിയ കാര്യമല്ല. അതായത് സെയിൽസ് ട്രെയിനി ആവുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഉയർന്ന ശമ്പളത്തിലേക്കും ഉയർന്ന അതേപോലെ തന്നെ ഡെസിഗ്നേഷനിലേക്കും പെട്ടെന്ന് കയറി പറ്റാൻ സാധിക്കും. ഇതാണ് ഇതിന്റെ ഹൈറാർക്കിയൽ ലാഡർ. ഈ സ്ലൈഡിൽ കാണുന്നതാണ് ഇതിന്റെ ഹൈറാർക്കിയൽ ലാഡർ. ഒരു സെയിൽസ് ട്രെയിനി ആയിട്ടാണ് സാധാരണ രീതിയിൽ ഒരു ബിരുദധാരി കയറി പറ്റുന്നത്. If you have completed your graduation, you will enter into a sales trainee designation. Once you are completed your training, you will become a sales associate. Then you will move to the area assistant sales manager, boutique manager, territory sales manager, regional manager, national sales and vice president sales. So what I'm telling is that even if you got a chance to be a sales trainee in a good reputed company, what you have to do, you have to grab it. Why? Because you have had a huge scope in the future. And what are the skills associated, sales skills associated? One is money handling skill. അതുപോലെ പൈസ ഹാൻഡിൽ ചെയ്യാനുള്ള സ്കില്ല്, സെല്ലിംഗ് സ്കില്ല്, റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള സ്കില്ല്, അതേപോലെ തന്നെ ക്ലെൻലിനെസ്, വെരി ഇമ്പോർട്ടൻറ്റ്. You should be very clean. Even if you want to enter into a job market, it is very, very important to have a cleanliness. And you should be friendly. You should have a good communication skill, right? And you should have a good knowledge about the product and service. And last, ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ബേസിക്കലി ഇപ്പൊ മനസ്സിലായി കാണും, ഒരു റീറ്റെയിൽ എന്ന് പറയുന്നത് വെറുതെ ഒരു പ്രൊഡക്റ്റ് വിൽപ്പന മാത്രമല്ല. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രൈസിംഗ് ഉണ്ട്, അതിന്റെ ഡിസ്പ്ലേ, വിഷ്വൽ മെർച്ചൻഡൈസിങ് എന്ന ഭാഗമുണ്ട്, അതുപോലെ തന്നെ സ്റ്റോർ ലേഔട്ട് ഉണ്ട്, അസോർട്ട്മെന്റ് പ്ലാനിങ് ഉണ്ട്. റീറ്റെയിലിനകത്ത് തന്നെ പല ഡെസിഗ്നേഷനുള്ള ആളുകളുണ്ട്. ഇതൊക്കെ ഒത്തുകൂടുമ്പോഴാണ് ഒരു നല്ലൊരു റീറ്റെയിൽ ആവുള്ളൂ. ഇന്ന് റീറ്റെയിൽ ശൃംഖല ഇന്ത്യയിൽ വളരെ ശക്തമായിട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രാൻഡഡ് പ്ലേയേഴ്സ്, ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനീസ് വരുന്നുണ്ട്. അവരുടെ സ്റ്റോറുകളൊക്കെ ഇപ്പോൾ ഇന്ന് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം ഇന്ന് വളരെ കോമ്പറ്റീറ്റീവ് ആണ്. നേരത്തെ സ്ലൈഡിൽ പറഞ്ഞു, ഇറ്റ്സ് വെരി കോമ്പറ്റീറ്റീവ്. നിങ്ങളോടൊപ്പം കോമ്പീറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ ഈ കോഴ്സ് ഇപ്പൊ ചെയ്യാൻ തുടങ്ങുന്നു, അല്ലെ, BBA കോഴ്സ് ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ. നിങ്ങൾ 3 വർഷത്തിനുള്ളിൽ നിങ്ങൾ സ്വയം ഒരു ബ്രാൻഡായി മാറിയില്ലെങ്കിൽ ഈ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുക അസാധ്യം. സോ വാട്ട് യു ഹവ് ടു ഡു? എങ്ങനെ നിങ്ങൾ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുന്നത്? പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് വെച്ചാൽ നിങ്ങൾ സ്വയം ഒരു ബ്രാൻഡായി മാറണം, റൈറ്റ്? ഇന്റർവ്യൂവിൽ എന്താ സംഭവിക്കുന്നത്? ഇന്റർവ്യൂവിൽ സംഭവിക്കുന്നത് യു ആർ സെല്ലിംഗ് യുവർ സെൽഫ്, റൈറ്റ്? യു ആർ ബ്രാൻഡിങ് യുവർ സെൽഫ് ആൻഡ് സെല്ലിംഗ് യുവർ സെൽഫ്. നിങ്ങൾക്ക് നല്ലൊരു ബ്രാൻഡിങ്, പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഇതിനകത്തുള്ള കാര്യങ്ങൾ ഓരോന്ന് മനസ്സിലാക്കി ഫോക്കസ്ഡ് ആയിട്ട് എനിക്ക് ഈ കോഴ്സ് കഴിയുമ്പോൾ ഏത് മേഖലയിലേക്ക് എത്തിപ്പെടണം? റീറ്റെയിലിലേക്ക് വേണോ? ബ്രാൻഡിങ്ങിലേക്ക് പോകണമോ? അതോ പ്രൈസിങ് ഡിപ്പാർട്ട്മെന്റ് ആണോ? അതോ ഐ വോണ്ട് ടു ബി എ വിഷ്വൽ മെർച്ചൻഡൈസർ ആണോ? ഇത് മനസ്സിലാക്കി അതിനനുസരിച്ച് അതിനാവശ്യമുള്ള സ്കില്ല് ഈ 3 വർഷത്തിനുള്ളിൽ ആർജിച്ചെടുക്കുക, ഡെവലപ്പ് ചെയ്ത് എടുക്കുക. This is what I want to tell you. Okay, thank you and wish you all the very best. Thank you, Anup. Yes. Thank you so much. Okay. അപ്പം നമ്മുടെ സ്റ്റുഡൻസിന് അതായത് ഒത്തിരി ജോബ് ഓപ്ഷൻസ് എപ്പോഴും BBA എടുക്കുന്ന കുട്ടികൾക്ക് ഉള്ളൊരു വല്ലാത്തൊരു ആദ്യം എന്താന്ന് വെച്ചാൽ, ഇത് കഴിഞ്ഞിട്ട് അനൂപ് കറക്റ്റ് ആയിട്ട് തന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, ലൈക്ക് ആഫ്റ്റർ BBA എന്താണ്? പലരും നമ്മളുടെ അടുത്ത് ഈ ഒരു ക്യൂരിയോസിറ്റി ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ ചില കുട്ടികള് അവര് they come with an idea, they come with a vision. അപ്പൊ they have an answer for this question. പക്ഷെ അത് മെജോറിറ്റി ഡോണ്ട് ഹാവ് ദാറ്റ്. അത് അവരുടെ കുറ്റല്ല, അവർക്കെന്നല്ല, അത് ആരുടെയും തെറ്റല്ല. മറിച്ച് ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഗൈഡൻസ് അവർക്ക് പലപ്പോഴും മിസ്സായി പോകുന്നത് കൊണ്ടാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ഒരു റീറ്റെയിൽസ് സെക്ടറിൽ എത്രമാത്രം ജോലി സാധ്യതകൾ ഉണ്ട് എന്നും അത് BBA പോലത്തെ ഒരു കോഴ്സിന്റെ പരിധിയിൽ നിൽക്കുന്നതാണെന്നും ആ കോഴ്സിന്റെ ഒപ്പമോ അല്ലെങ്കിൽ അതിനോട് കൂടിയോ നിങ്ങൾ നോക്കേണ്ട സ്കില്ലുകൾ എന്താണെന്നും എല്ലാം ഒരു ഐഡിയ നമുക്ക് ഈ ഒരു സെഷൻ വഴി കിട്ടി. ഞാൻ റേഞ്ചിന്റെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് അനൂപ വീഡിയോ ഓൺ ആക്കുന്നത്, ഡോണ്ട് മൈൻഡ്. അതുകൊണ്ടാണ് വീഡിയോ ഓഫ് ആക്കി വെച്ചിരിക്കുന്നത്, റേഞ്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്. നമ്മുടെ സ്റ്റുഡൻസ് ലെഫ്റ്റ് ആയിട്ടും ഇന്നായിട്ടും ഒക്കെ വന്നിരുന്നു. കുറച്ചുപേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ടു അവർക്ക് ലോഗിൻ ഇഷ്യൂസ് ഉണ്ടെന്ന്.
കാരണം നമ്മൾ മോർണിംഗും സെഷൻസ് ഉണ്ട്, അപ്പൊ അവർക്ക് ഡേറ്റയുടെ ഒരു പരിമിതി ഉണ്ട്. പക്ഷെ എന്നാലും ത്രൂ ഔട്ട് ദ സെഷൻ ഒരു 45 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും റീറ്റെയിൽ സെക്ഷനിലുള്ള ഒരു വൈഡ് ജോബ് സ്പെക്ട്രത്തിനെ കുറിച്ച് സ്റ്റുഡൻസിന് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അതില് അങ്ങനെ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഐഡിയ കൊടുക്കാൻ ഇത്തരം മേഖലകളിൽ വർക്ക് ചെയ്ത നിങ്ങളെ പോലുള്ളവർക്ക് എപ്പോഴും പറ്റുള്ളൂ. ഞങ്ങൾക്ക് അത്തരം പ്രാക്ടിക്കൽ എക്സ്പോഷേഴ്സ് ഇസ് വെരി ലിമിറ്റഡ്. വി ആർ മോർ ഓവർ ഇൻ ടു ദ തിയറട്ടിക്കൽ ആസ്പെക്ട്. സോ നിങ്ങൾ ആ ഒരു സെക്ഷനിലൊക്കെ ഡീൽ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് യു നോ ദ കറക്റ്റ് പൾസ് ഓഫ് ദ മാർക്കറ്റ് ഒക്കെ അറിയുന്ന ആൾക്കാരാണ്. സോ അങ്ങനെ ഒരാൾ എന്ന നിലയിൽ ഇറ്റ് വാസ് വർത്ത് ലിസണിങ് ടു യു. ഇറ്റ് വാസ് വർത്ത് അറ്റൻഡിങ് യുവർ സെഷൻ. ഒരുപാട് താങ്ക്സ് ഉണ്ട്. PhDയുടെ ഒരുപാട് തിരക്കിന്റെ ഇടയിലും ആർട്ടിക്കിൾ റൈറ്റിംഗിന്റെ തിരക്കിന്റെ ഇടയിലും അനൂപ് സമ്പാദ്യം മാഗസീനിലൊക്കെ അനൂപിന്റെ റിവ്യൂ വർക്കുകളൊക്കെ വരുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള റിവ്യൂസ് ഒക്കെ എഴുതുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ ഇത്രയും തിരക്കിന്റെ ഇടയിലൊക്കെ ഒരു 45 മിനിറ്റ്സ് ഞങ്ങളുടെ സ്റ്റുഡൻസിന് വേണ്ടി വിതൗട്ട് യാതൊരു വിധത്തിലുള്ള ബെനിഫിറ്റും എക്സ്പെക്ട് ചെയ്യാതെ അനൂപ് ചെയ്തു എന്നുള്ളത് തന്നെ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. നമ്മുടെ HOD മാഡത്തിന് ജോയിൻ ആവാൻ പറ്റിയില്ല, സെയിം ലോഗിൻ ഇഷ്യൂസ് കാരണമാണ്. ഞാനും സിമി എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു മാഡവും നമ്മുടെ തന്നെ സ്റ്റുഡൻസും ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് വലിയൊരു താങ്ക്സ് അനൂപിന്. താങ്ക് യു. If anyone is having any doubt, they can ask, no problem, in the chat box in case if they have. If you have any doubts നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും കൂടുതൽ റീറ്റെയിൽ സെക്ടറിനെ കുറിച്ച് അറിയാനോ ജോബ് ഓപ്ഷൻ ഇൻ ദിസ് സെക്ഷനെ കുറിച്ചൊക്കെ അറിയാനുണ്ടെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആരോ വോയിസ് ലൈക്ക് സൗണ്ട് വരുന്നില്ല. Am I audible? Yeah, you are audible, but ആരോ ഹമദാണോ ആരോ ക്വസ്റ്റ്യൻ എന്തോ ഒരു ഇത് വന്നു, പക്ഷെ സൗണ്ട് വന്നില്ല. ആ ബ്ലിങ്കിങ് മാത്രമേ വന്നുള്ളൂ. Okay. Okay. In case if you want to write in chat box, okay, നേരിട്ട് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ യു ക്യാൻ chat box ചെയ്താലും മതി, no problem. ചാറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ. എന്തെങ്കിലും നമ്മുടെ സ്റ്റുഡൻസ് പഠിച്ച് മെല്ലെ മെല്ലെ സെറ്റായി വരുന്നേ ഉള്ളൂ.